ഇസ്രായേലിന്റെ ഗസ ആക്രമണത്തിൽ പണി കിട്ടിയ ബഹുരാഷ്ട്ര കുത്തക കമ്പനികൾ ഏറെയാണ്. ഇസ്രായേലിന് നേരിട്ടും അല്ലാതെയും പിന്തുണ നൽകുന്ന കമ്പനികൾ വലിയ അന്താരാഷ്ട്ര ബഹിഷ്കരണവും നേരിടുന്നുണ്ട്. ഈ ക്യാമ്പയിന്റെ ചൂട് ശരിക്കും അറിഞ്ഞ കമ്പനിയാണ് സ്റ്റാർബക്സ്. ഗസ കാലത്തേറ്റ തിരിച്ചടി കമ്പനി സിഇഒ അടുത്തിടെ തുറന്നു സമ്മതിക്കുകയും ചെയ്തതാണ്. ഇപ്പോഴിതാ സ്കോട്ട്ലൻഡിൽ കൊക്കക്കോളയും വലിയ ബഹിഷ്കരണം നേരിടുകയാണ്. അന്താരാഷ്ട്ര പ്രശസ്തമായ ഗ്ലാസ്ഗോ ഫിലിം ഫെസ്റ്റിവലിൽ നിന്ന് കമ്പനി ഉൽപ്പന്നങ്ങൾ പിൻവലിച്ചതാണ് പുതിയ തിരിച്ചടിയായിരിക്കുന്നത്. മേളയുടെ സംഘാടകരും ചാരിറ്റി സിനിമാ സംഘവുമായ ഗ്ലാസ്ഗോ ഫിലിം തിയേറ്റർ അല്ലെങ്കിൽ GFT ആണ് നടപടിക്ക് പിന്നിൽ. തിയേറ്റർ തൊഴിലാളികളുടെ യൂണിയൻ യുണൈറ്റ് ഹോസ്പിറ്റാലിറ്റിയുടെ നിരന്തര ആവശ്യത്തെ തുടർന്നാണ് GFT ഇത്തരമൊരു നടപടിയിലേക്ക് കടന്നത്. ബ്രിട്ടനിലെ ഏറ്റവും വലിയ ചലച്ചിത്ര മേളകളിൽ ഒന്നാണ് ഗ്ലാസ്ഗോ ഫിലിം ഫെസ്റ്റിവൽ. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും വരെ ആയിരക്കണക്കിന് സിനിമാ പ്രേമികൾ ഓരോ വർഷവും ഈ മേളയ്ക്ക് എത്താറുണ്ട്. ഫെബ്രുവരി 26-ന് ആരംഭിച്ച ഈ വർഷത്തെ ഫെസ്റ്റിവൽ മാർച്ച് 9-നാണ് അവസാനിക്കുന്നത്. മേള പുരോഗമിക്കുന്നതിനിടയിലാണ് കോള ഉൽപ്പന്നങ്ങൾ പിൻവലിച്ചുകൊണ്ടുള്ള ഉത്തരവ് വരുന്നത്. തിയേറ്റർ ജീവനക്കാരിൽ 85% അംഗമായ യൂണിയനാണ് യുണൈറ്റ് ഹോസ്പിറ്റാലിറ്റി. ഇസ്രായേൽ അനുകൂല ഉൽപ്പന്നങ്ങൾക്കെതിരെ ബഹിഷ്കരണ ക്യാമ്പയിൻ നടത്തുന്ന ബോയ്കോട്ട് ഡൈവെസ്റ്റ്മെന്റ് ആൻഡ് സാങ്ഷൻസ് മൂവ്മെന്റിനെ അല്ലെങ്കിൽ BDSനെ ഈ തൊഴിലാളി യൂണിയൻ പിന്തുണയ്ക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായാണ് ഇസ്രായേലിന് സഹായം നൽകുന്ന കോള ഉൽപ്പന്നങ്ങൾ വിൽക്കില്ലെന്ന നിലപാടിൽ യൂണിയൻ ഉറച്ചുനിന്നത്. മേളയിൽ നിന്ന് കോള ഉൽപ്പന്നങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് GFT വൃത്തങ്ങൾക്ക് കത്ത് നൽകിയിരുന്നു യുണൈറ്റഡ് യൂണിയൻ. ഇസ്രായേലിനെ സാംസ്കാരികമായും അക്കാദമികമായും ബഹിഷ്കരിക്കാനുള്ള BDS ക്യാമ്പയിനെ പിന്തുണയ്ക്കണമെന്നാവശ്യപ്പെട്ട് ഭീമ ഹർജി പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ വിരുദ്ധ സംവിധായകൻ കെൻ ലോഷ്, ബ്രിട്ടീഷ് ഫലസ്തീൻ ഡോക്ടറും ഗ്ലാസ്ഗോ സർവകലാശാല ഡയറക്ടറുമായ ഗസാൻ അബു സിത്താര, ടേനർ പ്രൈസ് ജേതാവ് ഡെസ്ലിൻ കൗർ ഉൾപ്പെടെ കലാ സാഹിത്യ സാംസ്കാരിക രംഗത്തെ 1400ഓളം പേർ ഹർജിയിൽ ഒപ്പുവെച്ചിരുന്നു. ഫെബ്രുവരി അവസാനം മുതൽ കൊക്കക്കോളയും കോള ഉൽപ്പന്നങ്ങളും വിൽക്കാൻ തങ്ങളെ കിട്ടില്ലെന്ന് യുണൈറ്റ് യൂണിയൻ അംഗങ്ങൾ നേരത്തെ GFTക്ക് മുന്നറിയിപ്പും നൽകിയിരുന്നു. തൊഴിലാളികളുടെ ആവശ്യം ബോർഡ് ഓഫ് ട്രസ്റ്റീസ് പരിശോധിച്ചു വരികയാണെന്ന് GFT വക്താവ് അറിയിച്ചു. ഔദ്യോഗിക പരിശോധന പൂർത്തിയാകും വരെ കോള വിൽപ്പന നിർത്തിവെക്കുകയാണെന്നും വക്താവ് വാർത്താക്കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ട്. തിയേറ്ററിന്റെ ഏറ്റവും തിരക്കേറിയ സമയമാണിത്. ഈ സമയത്ത് ജീവനക്കാരുടെയും ഉപയോക്താക്കളുടെയും ക്ഷേമത്തെ ബാധിക്കുന്ന തരത്തിലുള്ള സംഘർഷങ്ങളിലേക്ക് കാര്യങ്ങൾ പോകാൻ ഇടയുള്ളതിനാലാണ് ഇത്തരമൊരു തീരുമാനം കൈക്കൊണ്ടത്. ഗ്ലാസ്ഗോ ചലച്ചിത്രമേള അവസാനിക്കും വരെ കൊക്കക്കോളയും ഡയറ്റ് കോക്കും താൽക്കാലികമായി പിൻവലിക്കാമെന്ന് GFT അംഗീകരിച്ചിരിക്കുകയാണെന്നും തിയേറ്റർ വക്താവ് അറിയിച്ചു. മേള കഴിഞ്ഞയുടൻ കഴിയുന്നത്ര വേഗത്തിൽ ഞങ്ങൾ ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ എത്തിക്കൽ റിവ്യൂ നടത്തും. കൊക്കക്കോളയുടെ ശേഷിക്കുന്ന സ്റ്റോക്ക് തീർന്ന ശേഷം റിവ്യൂ നിർദ്ദേശം നടപ്പാക്കുകയും ചെയ്യുമെന്നും വാർത്താക്കുറിപ്പിൽ സൂചിപ്പിക്കുന്നുണ്ട്. തദ്ദേശീയവും പരിസ്ഥിതി സൗഹാർദ്ദപരവുമായ ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, സുസ്ഥിരവും ധാർമ്മികവുമായ രീതികൾ പിന്തുടരുന്ന കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ മാത്രം വാങ്ങുക തുടങ്ങിയവ GFTയുടെ ലക്ഷ്യങ്ങളാണ്. കഴിയുന്നിടത്തോളം ആ ലക്ഷ്യങ്ങളുമായി മുന്നോട്ട് പോകുന്നതിന്റെ ഭാഗമായാണ് ഇപ്പോൾ നടക്കുന്ന പരിശോധന. BDS മൂവ്മെന്റിനെ പിന്തുണയ്ക്കണമോ എന്ന കാര്യം GFT ബോർഡ് ഓഫ് ട്രസ്റ്റീസ് ആണ് തീരുമാനിക്കേണ്ടത്. നിയമപരവും ജീവകാരുണ്യപരവുമായി GFTക്കുള്ള ബാധ്യതകൾ കൂടി പരിഗണിച്ചായിരിക്കും അക്കാര്യത്തിൽ തീരുമാനമെടുക്കുകയെന്നും വക്താവ് വ്യക്തമാക്കിയിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് തന്നെ BDS ബഹിഷ്കരണ പട്ടികയിലുള്ള കമ്പനിയാണ് കൊക്കക്കോള. എന്നാൽ ഒക്ടോബർ 7-ന് ശേഷമുള്ള ഗസ ആക്രമണത്തെ തുടർന്ന് കോള ഉൽപ്പന്നങ്ങളുടെ ബഹിഷ്കരണത്തിന് പ്രഥമ പരിഗണന നൽകണമെന്ന് മൂവ്മെന്റ് പ്രഖ്യാപിച്ചിരുന്നു. ഗസയിൽ ഇസ്രായേൽ സൈനികർ കൊക്കക്കോള ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയായിരുന്നു ഇത്. ലോക്കൽ ഫ്രാഞ്ചൈസിയായ സെൻട്രൽ ബോട്ട്ലിംഗ് കമ്പനിയാണ് ഇസ്രായേലിൽ കൊക്കക്കോള ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതും വിതരണം ചെയ്യുന്നതും. വെസ്റ്റ് ബാങ്കിലെ അത്രൂത്തിലാണ് കമ്പനി ഫാക്ടറി പ്രവർത്തിക്കുന്നത്.